കൂട്ടുകാരെ എല്ലാവർക്കും മിനീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനെ കപ്പയാണ് വേണ്ടത്. കപ്പ വെച്ച് നമുക്ക് നല്ലൊരു ചിപ്സ് ഉണ്ടാക്കാം. പഴകിയ എണ്ണയിൽ പലതവണ ഉണ്ടാക്കിയ ചിപ്സൊക്കെ നമ്മൾ വാങ്ങി കഴിക്കണില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സമയം ചിലവഴിച്ചാൽ മതി. വീട്ടിൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കാം കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. എല്ലാവരും വീട്ടിൽ കപ്പ വാങ്ങിക്കില്ലേ? കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നവരും ഉണ്ടല്ലോ. അത് വെച്ച് നമുക്ക് ചിപ്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതാ ഞാൻ കപ്പ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മൂത്തത് വേണം. ഇതേപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പല ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്കിട്ട് കപ്പ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കൂടുതൽ വേവരുതേ. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. എന്നിട്ട് തണിയാനായിട്ട് വെക്കണം. തണിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ഒരു കട്ടിംഗ് ബോർഡിലോ കയ്യിലോ പിടിച്ച് ഇതേപോലെ വളരെ നൈസായിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? എന്നാലേ നമുക്കത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതേപോലെ കേട്ടോ. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. കുറച്ച് അധികം കപ്പ ഇതേപോലെ കട്ട് ചെയ്ത് ഒന്നിച്ച് നമുക്ക് വറുത്ത് കോരി എടുത്ത് ഒരു ഡപ്പിയിലൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈകിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് ഫ്രൈ ആക്കിയപ്പോൾ നിങ്ങളെ കാണിച്ചതാണ്. വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊന്നും അല്ല, അതിനേക്കാൾ കൂടുതലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ മുങ്ങി കിടക്കുമ്പോൾ വളവും തിരിവൊന്നും ഉണ്ടാവില്ല. അതപ്പോൾ എൻ്റെ ചിപ്സിന് ഇത്തിരി വളവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് തളിച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പ് വെള്ളം കലക്കി വെച്ചത്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് വറുത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റുള്ള ഒരു ചിപ്സാണ്. ഉണ്ടാക്കി നോക്കൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.